എൻ്റെ പേര് ശിവദാസൻ. നാഷണൽ ഇൻഡസ്ട്രീസിൻ്റെ ഓണറാണ് ഞാൻ. തില്ലങ്കാട് മഞ്ഞളൂർ പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്ഥാപനം. വർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. പിന്നെ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക്ഷോപ്പുകളിലൊക്കെ പോയി അങ്ങനെ പണി പിടിച്ച് പിന്നെ ഞാൻ കോയമ്പത്തൂർ പോയി ഒരു 5-8 വർഷം പോയിട്ട് എക്സ്പീരിയൻസ് ആയി. പിന്നെ അതിന് ശേഷം പിന്നെ അങ്ങനെ വന്ന് നാട്ടിൽ വന്ന് സ്ഥാപനം ഇട്ടതാണ് ഞാൻ വന്നത്. തുടക്കം ഞാൻ 2000 കാലഘട്ടത്തിലാണ് ഞാൻ തുടങ്ങിയത്. അന്ന് നമ്മുടെ സംരംഭം പറഞ്ഞാൽ ഞാൻ എല്ലാ ഫീൽഡിലും ചെയ്തിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ്, ഗ്രില്ല്, ഷട്ടർ, ഡ്രസ് വർക്കുകൾ അങ്ങനെ എല്ലാ ഫീൽഡും ചെയ്തതാണ് ഞാൻ. എല്ലാ വർക്കും ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലാറ്റിൽ വളച്ചിട്ട് പിന്നെ അതേമാതിരി കമ്പികളിൽ വളച്ചുണ്ടാക്കുന്ന ഡിസൈൻ മോഡലുകളിൽ ഉണ്ടാക്കുന്ന കാലഘട്ടമായിരുന്നു അന്ന്. അതെ പണി കൂടുതലാണ് അന്ന് സംഭവം. ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോ പറഞ്ഞാൽ പ്ലെയിൻ മോഡലില് പൈപ്പ് വെച്ചിട്ട് വെറുതെ സ്ക്വയർ പൈപ്പ് വെച്ച് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തിരിച്ചും മറിച്ചും വെക്കുക ഗ്രില്ലായി. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്നൊക്കെ പറഞ്ഞ വളരെ ബുദ്ധിമുട്ട് കാലഘട്ടങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ പണി മേടിച്ചിട്ട് ഈ മേഖലയ്ക്ക് വന്നതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇതേ വർക്ക് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഗേറ്റിംഗ് ഗ്രില്ലും ഷട്ടർ ഡ്രസ് വർക്കുകളും എല്ലാം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെയും വർക്കുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. മിഷണറീസിലെ കാലഘട്ടങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു. സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് സംഭവം. ഒന്നുമില്ലാത്ത വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ അത് തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ പറ്റി സിമ്പിളായി പോയി മാത്രം. അതേ വർക്കുകൾ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെ പറ്റി സിമ്പിളായി മാത്രം. അന്നത്തെ മാതിരിയല്ല ഇപ്പോ, വളരെ സിമ്പിളായി. കാരണം അന്നൊക്കെ നമ്മൾ ഒരു ഗേറ്റിംഗ് ഗ്രില്ലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാഴ്ച പണിയെടുക്കണം. ഒരു ഗേറ്റൊക്കെ ആണ് ഒരാഴ്ച പണിയെടുക്കണം. പിന്നെ ലേബർ ആൾക്കാർ കിട്ടുമായിരുന്നു. പിന്നെ അതേമാതിരി നമുക്ക് ചാർജൊക്കെ വളരെ കമ്മിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലേബർ കൂടിപ്പോയി. പിന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ ചെറിയ മോഡലായി. മെഷീനറീസ് ആയിക്കോട്ടെ, വേറെ എല്ലാ എക്യുപ്മെന്റ്സും വന്നിട്ട് വളരെ ലഘു മോഡലിലായി. നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലായിപ്പോ. കേരളത്തില് ഇൻഡസ്ട്രിയിൽ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ജന്മനാടാണ്. എനിക്ക് വെളിയിൽ പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ വീട്ടിലെ സാഹചര്യം കൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ കൂടുകയായിരുന്നു സംഭവം. നാട്ടിൽ തന്നെ വീട്ടിന്റെ അടുത്ത് തന്നെയാണല്ലോ എന്നുള്ള ഒരു ഫേസിൽ അങ്ങനെ ഇവിടെ വന്നിട്ട് സെറ്റിൽ ആയതാണ് സംഭവം. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ നല്ല കോമ്പറ്റീഷൻ തന്നെയാണ്. നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെയൊക്കെ അവരുടെ സ്റ്റാൻഡേർഡ് റേറ്റും കാര്യങ്ങളെല്ലാം തീരുമാനിച്ച ആ ഒരു ലെവലിൽ പോവായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഒരുപാട് കോമ്പറ്റീഷൻ. മൊബൈൽ വർക്ക്ഷോപ്പുകാരൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ വർക്കിലാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിലുള്ള കാലഘട്ടം അല്ല സംഭവം. ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ സ്ഥലത്ത് പോയി വർക്ക് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അടുത്ത പ്രാവശ്യം വേറെ വിളിച്ചിട്ട് ആ വർക്ക് നോക്കിയിട്ട് മറ്റേ അവർ കൊണ്ടുപോയി ചെയ്യുന്ന സംഭവം. കാരണം വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ലേബേഴ്സിന് അവർക്ക് ലേബർ മാത്രം കിട്ടുന്നത്. നമുക്ക് സ്ഥാപനം നടത്തുന്നവർക്ക് അത് പോരാ. നമുക്കൊരു സ്ഥാപനം നടത്തുന്ന കമ്പനി വാടക, കറണ്ട് ബില്ല്, ഇലക്ട്രിക്, പിന്നെ അതുപോലെ ഹെൽപ്പർ, ഒരു വർക്കർ, പഞ്ചായത്ത് ലൈസൻസ്, ഇത്രയും കാര്യങ്ങൾ, പെയിന്റ് കാർഡ്, വെൽഡിങ് കാർഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് പോരാ. ഈ ലേബറിനാകുമ്പോൾ നമുക്ക് അവർക്ക് ഇതുമാത്രം കിട്ടിയാൽ മതി, ലേബർ മാത്രം കിട്ടിയാൽ മതി. പക്ഷെ നമുക്കത് പോരാ. അതുകൊണ്ടാണ് കോമ്പറ്റീഷൻ പറയാൻ കാരണം. നമ്മള് പറഞ്ഞാൽ ഈ നമ്മൾ ഷീറ്റ് വർക്കൊക്കെ വന്നിട്ട് സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഗേറ്റിംഗ് ഗ്രില്ലൊക്കെ വന്നിട്ട് വെയിറ്റ് കണക്കിന് ചെയ്യും. ചിലപ്പോൾ വന്നിട്ട് നമ്മള് മൊത്തം ചാർജ് പറയും. ചില ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് മൊത്തം ചാർജ് പറയും. ചില ഭാഗങ്ങളിൽ വെയിറ്റിന് കൊടുക്കേണ്ടി വരും. പോവാറുണ്ട്. എത്ര സ്ഥലം പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഈ പാലക്കാട്, കണ്ണാടി, കോഴമ്പുന്ന, തേങ്കുശി പറഞ്ഞ മതി ഈ ഭാഗങ്ങളിൽ നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പോവാറുണ്ട്. അതെ, സൈറ്റിൽ പോയി ചെയ്യാറുണ്ട്. സൈറ്റിൽ പോകാൻ നേരത്തെ കോൺടാക്ട് നമുക്ക് സൈറ്റിൽ ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സൈറ്റിൽ പോയി ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ തോന്നുന്നത്. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ പഴയ കസ്റ്റമർ, നമ്മൾ 10-25 വർഷമായി ഈ സ്ഥാപനം ഇട്ടിട്ട്. അതിന്റെ പേരിൽ നമ്മൾ ഈ ബന്ധത്തിന് മുകളിലാണ് ഇപ്പൊ എല്ലാ വർക്കുകളും വരുന്നത്. അപ്പൊ ഈ കസ്റ്റമേഴ്സ് അങ്ങനെയാണ്. പിന്നെ വർക്കിനെ പറ്റിയിട്ടൊക്കെ അങ്ങനെ ആലോചിച്ചാണ് വരുന്നത് തോന്നുന്നു. നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുള്ളൂ. എന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് ഞാൻ, അച്ഛൻ, അമ്മ, ഞങ്ങൾ 5 ആള്, 2 പെങ്ങളും 3 ആൺകുട്ടികളും, അങ്ങനെയായിരുന്നു എന്റെ ഫാമിലിയില്. പക്ഷെ അന്ന് കാലത്തൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ഇതൊക്കെ സഹിച്ച ആളുകളാണ് ഞങ്ങള്.
ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചത്. അച്ഛനും കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അറിഞ്ഞുകൊണ്ട് അന്ന് വെൽഡിംഗ് വർക്ക്ഷോപ്പ് പോയാലേ പൈസയുള്ളൂ. മറ്റുള്ള പണിക്ക് പോയാൽ പൈസ ഇല്ലെന്ന്. വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പോയാൽ പൈസയുള്ളൂ. എന്തെങ്കിലും ആഴ്ചക്ക് വല്ലതും കിട്ടിയാൽ വീട്ടുകാരെ നോക്കാൻ അന്ന് വഴിയുള്ളൂ. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ആ ഫീൽഡിലേക്ക് വരാൻ കാരണം. കർഷക തൊഴിലാളിയായിരുന്നു. കർഷകരായിരുന്നില്ല, കർഷക തൊഴിലാളിയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ കർഷകരായി. അതൊക്കെ നമ്മളെ ഒരു ഇതുകൊണ്ട് കർഷകരായി. എന്റെ ഫാമിലിയിൽ ഞാൻ, ഭാര്യ, 2 കുട്ടികള്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. മോള് വന്നിട്ട് ചെന്നൈയിൽ TCS ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മോൻ വന്നിട്ട് ഇവിടെ കഞ്ചിക്കോട് ഒരു കമ്പനിയിൽ അപ്രന്റീസായി കയറിയിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഴപ്പമില്ല. പുതിയതായിട്ട് തുടങ്ങുമ്പോൾ കുഴപ്പമില്ല. വലിയ വലിയ കമ്പനികളൊക്കെ തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തുടങ്ങിയില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യങ്ങൾ ഈ സംഭവങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ലേബറിന്റെ പ്രശ്നങ്ങൾ, ഒന്നാമത് പൈസന്റെ പ്രശ്നം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചെറിയ ചെറിയ സംരംഭങ്ങൾ അറിയുന്ന. പിന്നെ ഒന്നാമത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് നമ്മൾ അറിയാതെ ഒരു തൊഴിൽ പോയിട്ട് എടുത്താല് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. വിജയത്തിന്റെ രഹസ്യം പറഞ്ഞാല് നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ വർക്ക് ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പൊക്കെ വർക്ക് വളരെ കമ്മിയായി. കാരണം നമ്മൾ ഒരു സമയത്ത് തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് 2 മാസം, 1.5 മാസം, 2 മാസത്തേക്കുള്ള വർക്ക് പെൻഡിങ് ആയിരുന്നു. ഇപ്പൊ അതേ സ്ഥാനത്ത് അന്നാൾ കിട്ടിയ ഉപജീവനം കഴിഞ്ഞു പോകേണ്ട ആ ലെവലായിരുന്നു ഇപ്പോ. അന്നിപ്പോ അതിനുള്ള മാർജിനും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നില്ല. അപ്പൊ ഈ മേഖല വളരെ പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെൽഡിംഗ് വർക്ക്ഷോപ്പ് മേഖല മൊത്തത്തില് നമ്മളൊരു കണക്കൂട്ടൽ പ്രകാരം അത് പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് വരാൻ സാഹചര്യമില്ല. മുന്നോട്ട് വരാന്നുണ്ടെങ്കിൽ അത് വലിയൊരു സംരംഭങ്ങളായി തുടങ്ങണം. ഗവൺമെന്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറെ ഒന്നുമില്ല. ചിലപ്പോ നമ്മൾ ചെറിയൊരു വർക്ക്ഷോപ്പ് ഇട്ടിട്ട് ഇപ്പൊ പഞ്ചായത്ത് ലൈസൻസ് അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഗവൺമെന്റിന് ഇപ്പൊ നമ്മളെ ആനുകൂല്യം മേടിക്കൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മൾ അതിനെപ്പറ്റി ശ്രമിച്ചിട്ടില്ല, ആനുകൂല്യം മേടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങള് പറഞ്ഞാല് ഇപ്പൊ ഞങ്ങള് കുഴൽമന്നം ഏരിയയില് ഉണ്ട്. ഞങ്ങൾ കുഴൽമന്നം ഏരിയയിലെ അസോസിയേഷന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. ഞങ്ങൾ ഇതാ കേശവേട്ടനൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ കുറെ ആളുകളുണ്ട്. ഇവിടെ തില്ലങ്ങാട് ഭാഗത്തിന് കുറെ ആളുകളുണ്ട്. കുഴൽമന്നം ഏരിയയിൽ ഞങ്ങൾ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. സംഭവം മനസ്സിലായില്ല. ഇതാ മൂപ്പര് പഞ്ചായത്ത് കമ്മിറ്റിയിൽ മെമ്പറാണ്, ഞാനൊരു പഞ്ചായത്തിൽ മെമ്പറാണ്. സംഭവങ്ങള് ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞാല് നമുക്കിപ്പോ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ അങ്ങനെ ഇപ്പോ പറയാനില്ല. ഇതിപ്പോ പോണത്രത്തോളം പോകാനും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഇതിലിപ്പോ ഒന്നും ഫ്യൂച്ചർ പ്ലാൻ ആകാൻ ഇല്ല, സാഹചര്യം ഇല്ല. ഇനിയിപ്പോ പോണത്രത്തോളം പോവുക, അത്ര തന്നെ സംഭവങ്ങള്. നാഷണൽ ഇൻഡസ്ട്രീസ് തില്ലങ്ങാട്, മഞ്ഞളൂര്, നെന്മാറ, പാലക്കാട്, തേങ്കുശി ഗ്രാമപഞ്ചായത്ത് 2 വില്ലേജ്.